അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പം ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പകരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ പാല് ഒന്ന് തിളക്കട്ടെ. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് ആ ടൈമിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ആ സെയിം വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ക്രിസ്റ്റൽസ് ഒക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു പോണ വരെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് നമുക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പാൽ ഓൾറെഡി നന്നായിട്ട് തിളച്ച പാലാണ്. അതിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാലും ചൈന ഗ്രാസും നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് പൈനാപ്പിൾ ഇതുപോലെ ചോപ്പ് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പൈനാപ്പിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ചൂടോടെ തന്നെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഈ പേസ്റ്റ് നമുക്ക് ആ പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കണം എന്നില്ല. ആ ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഓൺ ആക്കണ്ട. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോഴത്തേനും നന്നായി സെറ്റായി വരും. അപ്പോൾ പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ സെർവ് ചെയ്യാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം തസ്നി.